ഞാൻ എല്ലാവരുടെയും പേപ്പർ നോക്കി വെച്ചേക്കുവാ. എന്തോ എല്ലാവരും എഴുതി വെച്ചേക്കുന്ന. ആർക്കും 30 ഉണ്ടെങ്കിൽ മാർക്കില്ല. എന്ത് പറ്റി ഇങ്ങനെ? ടീച്ചർ എത്ര പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല ടീച്ചറോ? ഓ അല്ല, നിങ്ങൾ എത്ര പേര് മാത്സിന് സ്പെഷ്യൽ ട്യൂഷന് പോകുന്നുണ്ട്? ആരും പോകുന്നില്ലയോ? നിങ്ങൾക്ക് പാടുള്ള വിഷയത്തിന് സ്പെഷ്യൽ ട്യൂഷന് പോകണം. അതിനാരും കുറ്റം പറയുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് പറയത്തില്ല, നിങ്ങൾ പോകണം. നിങ്ങൾക്ക് എവിടെ നിന്നാ പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി പഠിക്കണം. എനിക്ക് ആകെ കിട്ടുന്ന ഒരു ദിവസം 3/4 മണിക്കൂറാണ്. ഇത്രയും പോഷൻ പഠിപ്പിച്ച് തരണമെന്ന് വെച്ചാൽ ഇച്ചിരി സ്പീഡിൽ പോയാലേ പറ്റും. അപ്പൊ ചിലവർക്ക് മനസ്സിലാവും, ചിലവർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ മനസ്സിലാവാത്തൊരു സ്പെഷ്യൽ ട്യൂഷന് പോയി പഠിക്കണം. അതിനൊന്നും ഞാൻ എതിരല്ല. അല്ല ടീച്ചർ, പരീക്ഷയ്ക്ക് അവിടെ തരുന്ന വല്ല എഴുതിയ ടീച്ചർ വഴക്ക് പറയാന്ന് വിചാരിച്ചാ പോവാത്ത. ഞാൻ തരുന്ന നോട്ട് മാത്രം പഠിച്ച് പരീക്ഷ എഴുതണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ പഠിച്ചാൽ മതി ടീച്ചർ. അത് മാത്രമല്ല, കണക്കിന് സ്പെഷ്യൽ ട്യൂഷൻ ഇവിടെ അടുത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അല്ല, ഇപ്പൊ നമ്മുടെ അമ്പലമുക്കിന് തെക്ക് വശത്ത് 2 നില ബിൽഡിംഗ് ഇല്ലയോ? അതിന്റെ 2ാമത്തെ നിലയിൽ ഒരു ടീച്ചർ സൗമ്യ നടത്തുന്നുണ്ടല്ലോ. 5-6 പിള്ളേരുണ്ട്. നല്ല ക്ലാസ് ആണെന്നാ പറയുന്നത്. 500 രൂപ ഉള്ളു മാസം ഫീസ്. നിങ്ങൾ അവിടെ പോകണം. എങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പോകും ടീച്ചർ. ഞാൻ നിങ്ങൾക്ക് പരമാവധി മനസ്സിലാക്കി പഠിപ്പിക്കും. അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ട്യൂഷനോട് പോയാൽ നിങ്ങൾ പെർഫെക്റ്റ്. എന്താ? ഞാൻ എന്തായാലും പോവും. ഓക്കെ, ഇനി ഇന്നലെ പഠിപ്പിച്ചതിന്റെ ബാക്കി ഒരു ബുക്ക് എടുക്കാൻ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടീച്ചർ ഇവിടെ ക്ലാസ്സിന് ചേരാൻ വന്നതാ. ആണോ? ഓഫീസിൽ പോയി അഡ്മിഷൻ എടുത്തിട്ട് വാ. ടീച്ചറെ, അഞ്ജലിയോ? നീ വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് തന്നെ വരുമെന്ന് വിചാരിച്ചില്ല. ടീച്ചർ എന്താ ഇവിടെ? ഇത് എന്റെ സ്ഥാപനമാ. അപ്പൊ സൗമ്യ ടീച്ചർ അതെന്റെ മോളാ. അഞ്ജലി ഫീസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ.